അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു പെൻ ഹോൾഡറാണ്. വലിയ പണിയൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ വീഡിയോ ഇടുന്നില്ലായിരുന്നു. അത് കാരണം നമ്മുടെ ചാനൽ കുറച്ച് പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോണേ. ഈ ഒരു സ്ട്രോ വെച്ച് ഇനി എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയണേ, നമുക്ക് അടുത്തതായിട്ട് അത് ചെയ്യാം. ഈ സ്ട്രോ തീരുന്നവരെ ചിലപ്പോൾ ഇനി ഈ സ്ട്രോ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഐറ്റം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു പെട്ടിയോ കാർഡ്ബോർഡിൻ്റെ എന്തെങ്കിലും ബോക്സോ എടുക്കുക. അതിലോട്ട് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം നന്നായിട്ട് ഉറച്ച് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് ഉണങ്ങി വരികയും ചെയ്യും. പിന്നീട് ഞാൻ ഈ ഒരു ജൂട്ട് ത്രെഡാണ് എടുത്ത് കെട്ടിക്കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. ആദ്യമേ ജൂട്ട് ത്രെഡ് കെട്ടിയപ്പോൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നി, എങ്കിലും ഞാനൊരു പിങ്ക് റിബൺ കെട്ടി നോക്കി. പിങ്ക് റിബൺ കെട്ടി നോക്കിയപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഞാൻ ജൂട്ട് ത്രെഡ് തന്നെ അത് കെട്ടിക്കൊടുത്തു. ഇനി ഇതിലെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോകുന്നു നോക്കി ഞാൻ അവിടെ പണി നിർത്തി. ഈ ഒരു ജൂട്ട് ത്രെഡും കൂടെ നല്ല രീതിയിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി തീർന്നു. നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും നല്ല എസ്തെറ്റിക് ക്ലിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ അടിക്കണേ. പിന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ക്രാഫ്റ്റാണ് വേണ്ടത്, എന്ത് യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റാണ് വേണ്ടതെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ബൈ.